വ്യായാമമില്ലായ്മയും നമ്മെ രോഗങ്ങളിലേക്ക് നയിക്കും. ഇവയിൽ നിന്നും രക്ഷ നേടാൻ നാം ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. കേളികൊട്ടിലെ അടുത്ത പരിപാടി നമുക്ക് കാണാം. പാൻക്രിയാസ്. നമസ്കാരം. ACV കേളികൊട്ട പ്രേക്ഷകർക്ക് പാൻക്രിയാസിലേക്ക് സ്വാഗതം. പാൻക്രിയാസ് ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗ്ലൂക്കോമീറ്ററുകളെ കുറിച്ചാണ്. മുൻ ലക്കങ്ങളിൽ ഗ്ലൂക്കോമീറ്ററുകളെ കുറിച്ച് നമ്മൾ 2-3 പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വിപണിയിൽ പുതുതായി ഇറങ്ങിയ അൾട്രാക്റ്റീവ് ഗ്ലൂക്കോമീറ്ററിന്റെ ഗുണഗണങ്ങളും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാര സ്വയം പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും മാനിച്ചാണ് ഒരു പുതിയ ലക്കം ഇവിടെ അവതരിപ്പിക്കുന്നത്. രക്തത്തിലെ പഞ്ചസാര വളരെ വിചിത്രമായ ഒരു വസ്തുതയാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, പ്രമേഹമില്ലാത്ത ഒരാളുടെ രക്തത്തിലെ പഞ്ചസാര നമ്മൾ രാത്രിയോ പകലോ എപ്പോൾ നോക്കിയാലും ഏകദേശം 70 മില്ലിഗ്രാമിനും 130-135 മില്ലിഗ്രാം ശതമാനത്തിനും ഇടയ്ക്ക് നിൽക്കുന്നു. നമുക്ക് ചില മാർഗങ്ങളിലൂടെ ഇത് ഗ്രാഫായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാനും സാധിക്കും. പക്ഷെ പ്രമേഹമുള്ള, പ്രത്യേകിച്ചും പ്രമേഹം ഭംഗിയായിട്ട് ചികിത്സിക്കുവാൻ കഴിയാത്ത രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കൂടുന്നു, പെട്ടെന്ന് കുറയുന്നു. അങ്ങനെ അതിഭയങ്കരമായ വ്യതിയാനങ്ങളാണ്. ആഹാരത്തിന് ശേഷം പെട്ടെന്നാണ് ഷുഗർ വർദ്ധിക്കുന്നത്. ഇതിന് നമ്മുടെ ശാസ്ത്രഭാഷയിൽ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ്. മലയാളി പാരമ്പര്യമായിട്ട് രക്തത്തിലെ പഞ്ചസാര ചികിത്സിക്കുന്നതിന് വേണ്ടി പരിശോധിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവുമാണ്. ഇത് വളരെ വിചിത്രമായ ഒരു വസ്തുതയാണ്. കാരണം ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും രക്തത്തിലെ പഞ്ചസാര ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ വർദ്ധിക്കുന്നു. അപ്പോൾ എന്തിന് രാവിലെകളിൽ മാത്രം രക്തപരിശോധന നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പണ്ട് മുതൽക്കേ ആരാണ്ടോ അങ്ങനെ തുടങ്ങി വെച്ചു, അത് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന വേളയിലാണ് പഞ്ചസാര കൂടുതൽ വർദ്ധിക്കുന്നത്. കേരളത്തിൽ മലയാളികൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രാവിലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പലപ്പോഴും ഉച്ചയ്ക്കാണ്, പലപ്പോഴും രാത്രി കാലത്താണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രമേഹ രോഗം ചികിത്സിക്കുന്ന ഞങ്ങളെപ്പോലെ ഡോക്ടർമാർക്കറിയാം, രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് കൂടുതലും ഉച്ചയ്ക്ക് ശേഷവും രാത്രി ആഹാരത്തിന് ശേഷവുമാണ്. ഇങ്ങനെ പല നേരത്തുള്ള ഭക്ഷണം കഴിച്ച ശേഷം എത്രമാത്രം രക്തത്തിലെ പഞ്ചസാര വർദ്ധിക്കുന്നു എന്നത് മനസ്സിലാക്കി അത് ശാസ്ത്രീയമായി അവഗ്രഹിച്ച് മാത്രമേ പ്രമേഹ രോഗം ഭംഗിയായിട്ട് ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഒരു കണക്ക് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പെടുത്താനല്ല, പ്രേക്ഷകർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. അതായത് ഓരോ 10 സെക്കൻഡിലും പ്രമേഹം കാരണം ഒരു രോഗി വീതം മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രമേഹ രോഗ ചികിത്സയിലും പരിശോധനകളിലും എവിടെയോ എന്തോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ, ഈ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ എന്തുകൊണ്ട് ഇങ്ങനെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു? ഉത്തരം വളരെ ലളിതമാണ്. ആഹാരത്തിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന ഈ പഞ്ചസാരയുടെ വർധനവ് പല ഗവേഷണങ്ങളും തെളിയിച്ചിരിക്കുന്നത് രക്തധമനികൾ അടയ്ക്കുവാനിടയാകും എന്നാണ്. ചില പ്രത്യേക പദാർത്ഥങ്ങൾ രക്തത്തിലുണ്ടാകുകയും അങ്ങനെ ശരാശരി പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും കൊളസ്ട്രോൾ മറ്റ് രക്തത്തിൽ നോർമലാണെങ്കിൽ കൂടിയും അനിയന്ത്രിതമായ ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുള്ള രോഗികൾക്ക് ഹൃദയാഘാതവും മറ്റ് രക്തക്കുഴലുകൾ അടയുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അവിടെയാണ് ഇതുപോലെയുള്ള ഗ്ലൂക്കോമീറ്ററുകളുടെ പ്രാധാന്യം നമുക്ക്
എടുത്തു പറയാനുള്ളത്. 1 Ultra 2 എന്ന ഈ ഗ്ലൂക്കോമീറ്ററിൽ നമുക്ക് ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും രക്തപരിശോധന വെവ്വേറെ നടത്തുവാനും അത് വെവ്വേറെ ഇതിലേക്ക് സേവ് ചെയ്യുവാനും സാധിക്കും. ഇത് സാധാരണ ഉപയോഗിക്കുന്ന 1 Ultra ഗ്ലൂക്കോമീറ്ററിന്റെ തന്നെ സ്ട്രിപ്പുകൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ 2 ബട്ടണുകളുണ്ട്. അപ്പോൾ നമുക്ക് വെവ്വേറെ ഇതിൽ സേവ് ചെയ്യുവാനും 500ഓളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവുകൾ ഇതിൽ സൂക്ഷിക്കുവാനും കഴിയും. ഇതിലെ വലിയ സ്ക്രീനിൽ നമുക്ക് അത് വ്യക്തമായിട്ട് അതിൻ്റെ ആവറേജുകൾ തീർച്ചപ്പെടുത്തുവാനും ഇത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാസത്തിൽ 1 പ്രാവശ്യമോ 2 മാസത്തിലൊരിക്കലോ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വിശദമായിട്ട് ഇത് പഠിക്കുവാനും അങ്ങനെ ചികിത്സ പുനഃക്രമീകരിക്കുവാനും സാധിക്കും. അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് പരിശോധിച്ച് ചികിത്സ പുനർനിർണ്ണയിക്കുവാനുള്ള ഉപാധികൾ നമ്മളുടെ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത ലക്കം പാൻക്രിയാസിൽ നമുക്കൊരു പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം. തീർച്ചയായിട്ടും കത്തുകൾ തുടർന്നും എഴുതുക. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ഡോക്ടർ ജ്യോതിദേവ്സ് ഡയബറ്റീസ് സെന്റർ, മുടവൻമുകൾ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471235600 94470400055. ഇമെയിൽ jyotidev@bsnl.com. നമസ്കാരം.